ഭഗവത്ഗീത അധ്യായം 2 സാംഖ്യയോഗ ആത്മാവിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് തുടരുന്നു. ശ്ലോകം 27 മുതൽ കേട്ടു തുടങ്ങാം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചവനു മരണം നിശ്ചിതമാണ്, മരിച്ചവനു ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ജീവികൾ ജനനത്തിനു മുൻപ് അവ്യക്തമായ അവസ്ഥയോട് കൂടിയവയാണ്. മധ്യേയുള്ള ജീവിതകാലം മാത്രം വ്യക്തവും മരണാനന്തരമുള്ള സ്ഥിതി അവ്യക്തവുമാണ്. ഹേ ഭാരത, അതിൽ എന്തിനു വിലപിക്കണം? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഒരാൾ ഇവനെ, ആത്മാവിനെ, ഒരു അദ്ഭുതവസ്തു പോലെ കാണുന്നു, മറ്റൊരാൾ അദ്ഭുതവസ്തു പോലെ ഇവനെക്കുറിച്ച് പറയുന്നു. വേറൊരാൾ അദ്ഭുതവസ്തു പോലെ ഇവനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഒരാളും വേണ്ടവണ്ണം ഇവനെ അറിയുന്നില്ല. ദേഹേ നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അർജുന, എല്ലാവരുടെയും ദേഹത്തിലുള്ള ഈ ആത്മാവ് ഒരിക്കലും വധിക്കപ്പെടാവുന്നവല്ല. അതിനാൽ യാതൊരു ജീവിയെക്കുറിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധ്യാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നീ കുലുങ്ങേണ്ടതില്ല. എന്തെന്നാൽ ക്ഷത്രിയന് ധർമ്മസംഗതമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നുമില്ല. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. ഈ യുദ്ധം അപ്രതീക്ഷിതമായി തുറന്നുകിട്ടിയ സ്വർഗവാതിൽ പോലെയാണ്. ഹേ പാർത്ഥ, ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമാണ് ഈ വിധമുള്ള യുദ്ധം ലഭിക്കുന്നത്. അത ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഇനി ഈ യുദ്ധം നീ ചെയ്യില്ലെങ്കിൽ അത് കാരണം സ്വധർമ്മവും കീർത്തിയും കൈവിട്ടു നീ പാപം സമ്പാദിക്കേണ്ടിവരും. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിഃ മരണാദതിരിച്യതേ. തന്നെയുമല്ല, നിനക്കു ഒടുങ്ങാത്ത ദുഷ്കീർത്തി പറഞ്ഞു പരത്തുകയും ചെയ്യും. ബഹുമാനം നേടിയവന് ദുഷ്കീർത്തി മരണത്തെക്കാൾ അത്യധികം കഷ്ടമാണ്. യാദ്രണാദുപരതം മന്ത്യം തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയം കൊണ്ടു യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞവനായി മഹാരഥന്മാർ നിന്നെ കണക്കാക്കും. അവർക്കെല്ലാം ബഹുമാന്യനായി ഇരിക്കുന്ന നീ അങ്ങനെ നിസ്സാരനായി തീരും. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. നിന്റെ ശത്രുക്കൾ നിന്റെ സാമർത്ഥ്യത്തെ നിന്ദിച്ചുകൊണ്ടു വളരെ ദൂഷണം പറയുകയും ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ദുഃഖകരമായി എന്തുണ്ട്? വാപ്രാപ്സ്യസി സ്വർഗം
ജിത്വാ വാ ഭോക്ഷ്യത്തെ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. മരിച്ചാൽ സ്വർഗം നേടാം, ജയിച്ചാലോ ഭൂമിയെയും അനുഭവിക്കാം. അതുകൊണ്ട് അർജുന, യുദ്ധത്തിന് നിശ്ചയിച്ചു നീ എഴുന്നേൽക്ക്. ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും തുല്യമായി കരുതി യുദ്ധത്തിന് നീ ഒരുങ്ങുക. ഇങ്ങനെയായാൽ പാപം നിന്നെ ബാധിക്കുകയില്ല. സാംഖ്യയോഗ അടുത്ത ഭാഗങ്ങൾ തുടരും.